അമേരിക്കയിലെ ടെക്സസിലുള്ള ഇന്ത്യൻ സമൂഹത്തിനെതിരെ അടുത്ത കാലത്തായി വംശീയ അധിക്ഷേപങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ടെക്സസ് മിനി ഇന്ത്യ ആകുന്നുവെന്നും അതോടൊപ്പം H-1B വിസയിലൂടെ എത്തുന്ന ഇന്ത്യക്കാർ തദ്ദേശീയരുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നും ആരോപിച്ചാണ് വ്യാപക പ്രചാരണങ്ങൾ നടത്തുന്നത്. ഫ്രിസ്കോ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സജീവമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരടക്കം ഇത്തരം ആരോപണങ്ങളുമായി സോഷ്യൽ മീഡിയകളിൽ സജീവമാകാറുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ യഥാർത്ഥ കുറ്റക്കാർ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരല്ലെന്നും മറിച്ച് അമേരിക്കൻ കോൺഗ്രസിന്റെ വികലമായ നയങ്ങളാണെന്നും ഇമിഗ്രേഷൻ പോളിസി വിദഗ്ധയായ റോസ്മെരി ജെങ്സ് വ്യക്തമാക്കുകയാണ്. സ്റ്റീവ് ബാനന്റെ ടോക്ക് ഷോയിൽ സംസാരിക്കവേ H-1B വിസയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഭരണകൂടം അട്ടിമറിച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ 3 വർഷത്തെ കാലാവധിയിലേക്ക് വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു H-1B വിസ. എന്നാൽ ഈ വിസ കൈവശമുള്ളവർക്ക് അനിശ്ചിതകാലത്തേക്ക് അമേരിക്കയിൽ തുടരാമെന്നും ഒരു സ്പോൺസറെ കണ്ടെത്താനായാൽ കുടുംബത്തെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്നുമുള്ള നിയമം വന്നതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായതെന്ന് ജെങ്സ് ചൂണ്ടിക്കാട്ടുന്നു. പതിറ്റാണ്ടുകളോളം ഒരാൾക്ക് താൽക്കാലിക വിസയിൽ ഒരു രാജ്യത്ത് തുടരാനാകുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്നും അവർ വാദിക്കുന്നു. വിസ കാലാവധി കൃത്യമായി 3 വർഷമായി പരിമിതപ്പെടുത്തുകയും കുടുംബത്തെ കൊണ്ടുവരാനുള്ള അനുമതി നിർത്തലാക്കുകയും ചെയ്താൽ ഓരോ 3 വർഷം കൂടുമ്പോഴും പുതിയ ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കാൻ തൊഴിലുടമകൾ നിർബന്ധിതരാകും. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരെക്കാൾ ലാഭകരമായി അമേരിക്കക്കാരെ തന്നെ നിയമിക്കാൻ കമ്പനികൾ തയ്യാറാകുമെന്നും ഇത് വിസ തട്ടിപ്പുകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നും അവർ നിരീക്ഷിക്കുന്നു. നിലവിൽ അമേരിക്കയിലുള്ള ഭൂരിഭാഗം H-1B വിസക്കാരും F-1 സ്റ്റുഡന്റ് വിസ വഴി രാജ്യത്ത് എത്തിയവരാണ്. പഠനത്തിന് ശേഷം ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ OPT, STEM OPT എക്സ്റ്റൻഷൻ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഇവർ തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സംവിധാനത്തെ പൂർണ്ണമായും നിർത്തലാക്കണമെന്നാണ് റോസ്മെരി ജെങ്സ് ആവശ്യപ്പെടുന്നത്. അതിനിടെ ടെക്സസിൽ ഇന്ത്യൻ വിരുദ്ധ വികാരം ഇളക്കിവിടുന്ന യൂട്യൂബർമാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. സാറ ഗോൺസാലസ്, ടൈലർ ഒലിവേര തുടങ്ങിയവർ പുറത്തുവിട്ട വീഡിയോകളിൽ ഇന്ത്യക്കാർ വ്യാജരേഖകൾ ചമച്ചാണ് വിസ നേടുന്നതെന്ന് ആരോപിക്കുന്നു. അമേരിക്കയിലെ നോർത്ത് ടെക്സസിൽ പ്രത്യേകിച്ച് ഫ്രിസ്കോ മേഖലയിൽ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന്റെ എണ്ണം ദ്രുതഗതിയിൽ വർദ്ധിക്കുന്നതും ഈ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്നതും തദ്ദേശീയരായ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങളെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇത് വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങളിലാണ് കലാശിക്കാറുള്ളത്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അഡ്വക്കസി ഗ്രൂപ്പുകളിലും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ അമേരിക്കക്കാർക്കെതിരെ ഓൺലൈനിലൂടെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾ 2025 റെക്കോർഡ് നിലയിൽ എത്തിയിരുന്നു. എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മാത്രം 24,000-ലധികം വിദ്വേഷ പോസ്റ്റുകൾ ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവയ്ക്ക് ഏകദേശം 30 കോടിയിലധികം വ്യൂസ് ആണ് ലഭിച്ചത്. 2025 അവസാനത്തോടെ ഇത്തരം പോസ്റ്റുകളുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട്. H-1B O-1A വിസകളെ സംബന്ധിച്ചുള്ള അടിസ്ഥാനരഹിതമായ വാദങ്ങളും ഇന്ത്യൻ കുടിയേറ്റം അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നുവെന്ന പ്രചാരണവുമാണ് ഈ വിദ്വേഷത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇനി ഇന്ത്യക്കാർക്കെതിരെ ചില പരാമർശങ്ങൾ കൂടി നോക്കാം. ബ്രിട്ടീഷ് അമേരിക്കൻ താരമായ മാത്യു മാഡ്സൺ അടുത്തിടെ നടത്തിയ ഒരു പരാമർശം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ടെക്സസിലെ ഇന്ത്യക്കാർ H-1B വിസ തട്ടിപ്പ് നടത്തുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിനു ശേഷം തനിക്ക് നേരെ വധഭീഷണി ഉണ്ടായെന്നും മാത്യു മാഡ്സൺ ആരോപിച്ചിരുന്നു. നേരത്തെ ടെക്സസ് ഇന്ത്യക്കാരുടെ കൂടി നാടാണെന്ന ഗവർണർ ഗ്രെഗ് അബോട്ടിന്റെ പ്രസ്താവന വളച്ചൊടിച്ചും ചിലർ രംഗത്ത് എത്തിയിരുന്നു. ടെക്സസ് ഇന്ത്യക്കാരുടെ നാടാണെന്ന് ഗ്രെഗ് അബോട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അങ്ങനെയാണെങ്കിൽ ടെക്സസുകാർ എവിടെ പോകുമെന്നുമായിരുന്നു ഇൻഫ്ലുവൻസറായ കെയ്ലി കാമ്പലിന്റെ ചോദ്യം. ഇതേ വിഷയം ഏറ്റെടുത്ത് ഇന്ത്യക്കാർക്കെതിരെ പതിവായി വിദ്വേഷ പരാമർശങ്ങൾ ഉന്നയിക്കുന്ന റിപ്പബ്ലിക്കൻ നേതാവ് അലക്സാണ്ടർ ഡങ്കൻ അടക്കം രംഗത്ത് എത്തിയിരുന്നു.